മലയാള സാഹിത്യശാഖയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കുന്നത്ത് ജനാർദ്ദന മേനോന്റെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയ്ക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 50ഓളം കൃതികൾ എഴുതിയ കുന്നത്ത് ജനാർദ്ദന മേനോൻ നിരവധി പത്രങ്ങളുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് കാവിൽപ്പാട് സ്വദേശിയായ ജനാർദ്ദന മേനോൻ കുമാരനാശാൻ കൃതികൾ വിലയിരുത്തിക്കൊണ്ടാണ് സാഹിത്യ മേഖലയിൽ ഇടം കണ്ടെത്തിയത്. ജനാർദ്ദന മേനോന്റെ നോവലായ ബാലപുഷ്കലം നിരൂപണ ശാഖയിൽ ഏറെ പ്രശംസ നേടി. ജനാർദ്ദന മേനോന്റെ സ്മരണാർത്ഥം കാവിൽപ്പാട് ഗ്രന്ഥശാല ആരംഭിച്ചിരുന്നെങ്കിലും സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നില്ല. പ്രദേശവാസി കൂട്ടായ്മയിൽ സ്ഥലം വാങ്ങിച്ചതോടെ എ. പ്രഭാകരൻ MLA-യുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 7 വർഷമായിട്ട് ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സമാഹരിച്ചതാണ് പുസ്തകങ്ങൾ. ഗ്രാൻഡ് കിട്ടി തുടങ്ങിയിട്ട് 3 വർഷമായുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പൊസിഷനിൽ ഗ്രാൻഡ് വാങ്ങിച്ചാൽ പിന്നെ വളരെ കുറച്ച് പുസ്തകമേ വാങ്ങാൻ കഴിയൂ എന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പുസ്തകങ്ങളുടെ വിലയും കിട്ടുന്ന ഗ്രാൻഡിൻ്റെ പരിമിതി. ഗ്രാൻഡ് വർദ്ധിപ്പിക്കാൻ ലൈബ്രറി കൗൺസിലിന് കഴിയുന്ന മുറയ്ക്ക് മാത്രമേ പുസ്തക ശേഖരം വർദ്ധിപ്പിക്കാൻ. അതെ, ഇതിനിപ്പോൾ 40,000 രൂപയാണ് കിട്ടുക. അതിൽ ലൈബ്രറിയാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് കഴിച്ച് 75% പുസ്തകം വാങ്ങണം ഈ ഗ്രാൻഡിൽ. ലൈബ്രറിയാണ് പ്രത്യേകിച്ച് വേറെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ലൈബ്രറി മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. 3 വാർഡുകളുടെ കേന്ദ്രമാണ്. അതെ, 3 വാർഡുകളുടെ ഒരു കേന്ദ്രമാണ്. 5000-ലധികം ആളുകളും താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുട്ടികളിപ്പോൾ പലരും ഈ PSC കോച്ചിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ടൗണിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സൗകര്യം കൂടി ഒരു ഡിജിറ്റൽ സൗകര്യത്തോടുകൂടി ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ സൗകര്യങ്ങളൊന്നും കമ്പ്യൂട്ടർ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. വഴി അത് ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രന്ഥശാല സംഘം പ്രവർത്തകരായ VK ജയപ്രകാശ്, ഡോക്ടർ AK പ്രകാശ്, K ശോഭന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.